ഗൈസ്, ഞാനും അനുറ്റും കൂടെ ഇന്ന് നൈസായിട്ടൊക്കെ ഡാമിൽ പോകാന്ന് വെച്ചു. അപ്പൊ എന്തായാലും കല്യാണം കൂടാൻ പോയതാണ്. കല്യാണം കൂടി കഴിഞ്ഞിട്ട് നേരെ ഡാമിക്ക് പോകാന്ന് വെച്ചു. അപ്പോഴാണ് നമ്മളെ വൈറലായിട്ടുള്ള വഴിയിലുള്ള ഗ്രൗണ്ടിന്റെ കേസ് ഞാൻ പറയാൻ വന്നത്. നമ്മളെ നാട്ടിലുള്ളവർ വന്ന് ഡ്രോൺ പറത്തി ലാസ്റ്റ് ഹാരിസൺ മലയാളം ഇപ്പൊ ആ പറയുന്ന എസ്റ്റേറ്റിലേക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ കയറണ്ടെന്നുള്ള ഒരു രീതിയിൽ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയ ഹാരിസൺ മലയാളം പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവരവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരെ ശ്രദ്ധിച്ചോ. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസോ കൂട്ടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. വണ്ടിയൊക്കെ കൊണ്ട് ഉള്ളിൽ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്വന്തം നാടായതുകൊണ്ട് പറയാണ്, നാട്ടുകാർ കുറ്റം പറയുന്നതല്ല, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ അതിലേക്ക് കയറി പോകുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഒരു കാട്ടിലേക്ക് നിങ്ങൾ കയറി പോകുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാരണം ആന വരുന്ന സ്ഥലമാണ്, ആന, പാമ്പ്, പൂച്ച എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാവരും ആ വഴിക്ക് വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, മറക്കരുത്, ഉറപ്പായിട്ടും മറക്കരുത്. കാരണം അത് പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോയ വണ്ടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ആ മണ്ണിട്ട റോഡിലൂടെ ഒക്കെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ. എന്താ ഓക്കെ അല്ലേ? പോലെ നമുക്ക് പോലെ സെറ്റ്. അവിടുന്ന് വണ്ടിയിൽ വരുന്നുണ്ടോ? കാണുന്ന ഗ്യാപ്പിലാണ് ഈ പറഞ്ഞ ഗ്രൗണ്ട് എടുക്കുന്നത്. പിള്ളത്തോട് പാലം കഴിഞ്ഞിട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഡാമിൽ പോവാം. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ശ്രദ്ധിച്ചു, ഇപ്പോഴും ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പോണ വണ്ടികളൊന്നും അത്ര നല്ല കംഫർട്ടായിട്ടൊന്നല്ല പോണേ. അപ്പൊ ഒരു വണ്ടി അവിടെ പോയി തിരിച്ച് മുട്ടനെടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിക്കാം. പുലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പുലി ഉണ്ടാവൂടാ. അപ്പോ അത് ഉപ്പ് സത്യാഗ്രഹം ഉണ്ട്. എല്ലാരും വഴി വന്നിട്ടുണ്ട്. മാറപ്പാ പറഞ്ഞ കാര്യമില്ലട്ടാ, നമ്മളെ സ്വന്തം ആൾക്കാരാണ്, മാറൂല. അത്ര അടിപൊളിയാ. ഒരുത്തം വഴിയിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. ഇടിയും സ്വന്തം നാട്ടിൽ നമ്മൾ തരംതാറ്റിപ്പല്ലേ അവിടെ. പിന്നെ കുറെ വഴി ഇങ്ങനെ ഓടിപ്പിച്ച് ഞങ്ങളോട് പോന്നു. കുറെ കഴിഞ്ഞപ്പോൾ നല്ല കാടാ, രണ്ട് സൈഡ് നല്ല പൂരക്കാട്. പണ്ട് ആനയൊക്കെ വന്നിരുന്നു കേട്ടോ. ഇവിടെ ഈ മരങ്ങളൊക്കെ മുറിച്ചിരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ ആയിരുന്നു ഫ്രണ്ടിൽ ആനകൾ ഓടി കയറി വന്നിരുന്നത്. പിന്നെ ആനകൾ ഇപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ആനകളൊന്നും വരുന്നില്ല. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. ചെക്കൻ്റെ കുറേ ഫോട്ടോ ഒപ്പം ഞാനും എടുത്തു, എൻ്റെ ഫോട്ടോ അവനും എടുത്തു തന്നു. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് വീണ്ടും വണ്ടി എടുത്ത് ഇങ്ങനെ പോന്നു. നമ്മൾ വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു 5 മണിയാകുമ്പോൾ റിട്ടേൺ വീട്ടിലേക്ക് പോകണം. നമുക്ക് യദുവിൻ്റെ കല്യാണമായ കാരണം റിസപ്ഷനാണ്, അപ്പം അതിനെത്തും വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വണ്ടി ഒരു നല്ല സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ നിർത്തിയിട്ടു. അതിന് ശേഷം ആ വ്യൂ നോക്ക്. അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വീടില്ലാട്ടാ, ദേ അങ്ങോട്ട് നോക്കിയേ, എന്തിട്ട് ലുക്ക് നോക്കിയേ. ഇതല്ലേ, അല്ലാതെ നിങ്ങളെ ഗ്രൗണ്ടിൽ മാത്രം നിൽക്കല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടുണ്ട് ഒരുപാടുണ്ട്. ജസ്റ്റ് നോക്ക്, കാണിച്ചു തരാം. ഈ റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുക. കോക്ക് നിങ്ങളെ ഗ്രൗണ്ടിൽ മാത്രം തങ്ങിക്കല്ലേ, ഫുള്ളായിട്ട് ഇങ്ങോട്ട്. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് പതുക്കെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ടല്ലോ. പിന്നെ കാണാനൊരു രസമുള്ള വഴിയാണ്. പിന്നെ ഞാൻ ഈ വണ്ടി കിടക്കുന്ന സ്ഥലം നോക്കി കണ്ടോ, നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. സൈഡ് ഇങ്ങനെ ഫുള്ള് കാട് പിടിച്ചെടുക്കാനാകുമ്പോൾ പ്രത്യേക സുഖം. അത് വന്ന് തന്നെ എൻജോയ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞറിയില്ല ഇപ്പം എത്രത്തോളം ക്യാമറയിൽ അതിൻ്റെ ഒക്കെ ഒരു ഭംഗി കിട്ടുന്നത് എന്നുള്ളത് എനിക്കറിയില്ലെങ്കിലും സംഭവം അടിപൊളിയാണ്. നല്ല കാലാവസ്ഥ. അത് തിരിച്ചു വരുമ്പോഴത്തെ കാലാവസ്ഥ അതിനും കോമഡിയാണ്. ഞാനത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കൊണ്ട് എടുത്തു. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ 2-3 ഫോട്ടോ. ഒന്നാ അവൻ്റെയാണ് അധികം എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഏരിയത്തിൽ നോക്കിക്കേ, വെതർ കാണുന്നത് കറക്റ്റാണ്. ചെക്ക് ചെയ്ത് ചെക്ക നമ്മളെ വണ്ടിയിൽ വിളിക്കുന്നുണ്ട്. ഫുൾ ചൂട്, ഫുള്ള് വേർ തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം നേരം വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, മഴയില്ലേ, സംഭവം ഉണ്ട്. സെറ്റല്ലേ, സെറ്റാ. സ്വന്തം നാടാണ്
പൊക്കി പറയുന്നതായിരിക്കും സംഭവം സെറ്റാ. കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ. മഴ ഉണ്ട്, കുറച്ചു നേരം കയറി നിൽക്കേണ്ടി വരും. അത്ര കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ നനയേണ്ടി വരും. ഇത്ര പ്രശ്നമുള്ളൂ. പക്ഷെ കിട്ടുന്ന വ്യൂ അടിപൊളിയാ. പിന്നെ നിങ്ങൾ കണ്ടെടുത്തതാ കണ്ടു അതൊക്കെ കണ്ട് നോക്ക് നിങ്ങൾ. ഇപ്പോൾ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളെ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.